ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച്, അതിൽ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം എല്ലാവരുടെയും പിതാവായിരിക്കുന്നത്. ദൈവത്തെ നാം പിതാവായി ആദരിക്കുന്നു. അതിനുള്ള ഒന്നാമത്തെ കാരണമായി പറയുന്നത് അവിടെ നമ്മുടെ സ്രഷ്ടാവാണ്. എല്ലാവരെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ച ദൈവം. അതുകൊണ്ട് തന്നെ ഈ സൃഷ്ടികളെയെല്ലാം ദൈവം എപ്പോഴും എന്നും ഇന്നും ഇപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കാരണമായി പറയുക തൻ്റെ പിതാവിനെ നമ്മുടെ പിതാവായി കരുതാനും ഞങ്ങളുടെ പിതാവേ എന്ന് അവിടുത്തെ വിളിക്കാനും ദൈവപുത്രനായ യേശു നമ്മെ പഠിപ്പിച്ചു. യുക്യാറ്റ് കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തിൽ നമ്പർ 37 അത് പറയുക. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുമതത്തിന് മുൻപും പല മതങ്ങളും പിതാവ് എന്ന പദം ഉപയോഗിച്ചിരുന്നു എന്ന്. യേശുവിൻ്റെ കാലത്തിന് മുൻപും ഇസ്രായേൽ ജനം ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചിരുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം അത് പറയുന്നു. അവർക്ക് പിതാവായ ദൈവം ഒരമ്മയെപ്പോലെയായിരുന്നു. അതോടൊപ്പം ഒരപ്പനെ പോലെയും കൂടിയായിരുന്നു. അമ്മയുടെ സ്നേഹം, കരുതൽ എല്ലാം അവരനുഭവിച്ചു. നമ്മൾ പാടാറില്ലേ, അമ്മയെ പോലെ തതൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ തതൻ താലോലിച്ചണച്ചിടുന്നു. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല ദൈവം പിതാവായിട്ട് ഇങ്ങനെ അമ്മയെപ്പോലെ താലോലിച്ച് സ്നേഹിച്ച് കരുതുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്നെ ഞാൻ പാലൂട്ടുകയും എളിയിലെടുത്ത് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീട്ടിലെ ജന്മം തന്ന അമ്മയാണ് നമ്മളെ പാലൂട്ടുക, എളിയിലെടുത്ത് നടക്കുക, മടിയിലിരുത്തി ലാളിക്കുക, കരയുമ്പോഴും ചിരിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒക്കെ. അമ്മയെപ്പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദുഃഖത്തിലും വേദനയിലും സങ്കടത്തിലും ഒക്കെ. പിതാവായ ദൈവം സത്യത്തിൽ അതാ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഇന്നോളമുള്ള നമ്മുടെ ജീവിതം നോക്കുമ്പോൾ എത്രയോ പ്രാവശ്യമുണ്ട് നമ്മളെ മറ്റാരും മറക്കുമ്പോഴും സ്നേഹിക്കാത്തപ്പോഴും ഒരദൃശ്യ സ്നേഹം അനുഭവിച്ച നിമിഷങ്ങൾ. സ്നേഹരാഹിത്യം കൊണ്ട് പലരുടെയും ചുറ്റുമുള്ളവരുടെയും സ്നേഹരാഹിത്യം കൊണ്ട് ശക്തി കെട്ടുപോയി, ജീവിതം തീർന്നുപോയി എന്ന് തോന്നിയപ്പോൾ ഒരജ്ഞാത ശക്തി, ഒരജ്ഞാത ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുണ്ടായിട്ടുണ്ടാകും. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ വീണ്ടും ഒരു പുനർജീവിതം, ഒരു ശക്തി സംഭരിച്ചിട്ട് ജീവിതം തുടരുക. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ആഴമാണ് ഇതിലൂടെ നമ്മളറിയാതെ നമുക്ക് തരുന്ന ഈ വലിയ സ്നേഹം. അനുഭവിക്കാൻ അർഹതയില്ലാഞ്ഞിട്ട് പോലും നമുക്ക് ഓരോ നിമിഷവും തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്നിങ്ങനെ ആയിരിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ഒരപ്പൻ്റെ സ്നേഹം, സംരക്ഷണം, കരുതൽ, സഹായം, കരുത്തുള്ള കാര്യങ്ങൾ ചെയ്തു തരിക, ഇതൊക്കെ അമ്മയുടെ സ്നേഹത്തോടൊപ്പം തന്നെ പിതാവായ ദൈവം നമുക്ക് തരുന്ന അനുദിന ജീവിതത്തിൽ. ദൈവം അല്ലെങ്കിൽ പിതാവ് എങ്ങനെയുള്ളവനാണെന്ന് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം തിരുവചനം: എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ ഈശോയെ കണ്ടാൽ മതി, ഈശോയെ അറിഞ്ഞാൽ മതി, ഈശോയുടെ അടുത്താൽ മതി. പിതാവ് ആരാണ്, പിതാവ് എങ്ങനെയാണ്, പിതാവിൻ്റെ സ്നേഹം എന്താ, പിതാവിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണേ. കാരണം
പിതാവിനെ നേരിട്ട് നമുക്ക് ആർക്കും അറിയാൻ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പിതാവ് സ്നേഹം വീർപ്പ് മുട്ടിയിട്ട് പുത്രൻ്റെ രൂപത്തിൽ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് പറഞ്ഞയച്ചത്. ഒരപ്പൻ്റെ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഏത് പാപത്തിലും ഏത് തകർച്ചയിലും ഏത് നാശത്തിലും ഏത് നഷ്ടത്തിലും കാത്തിരിക്കുന്ന ഒരപ്പൻ്റെ സ്നേഹവും വാത്സല്യവും ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എത്രയോ ഊഷ്മളമായിട്ടാണ് അപ്പൻ കെട്ടിപ്പിടിക്കുക. ചീഞ്ഞഴിഞ്ഞ് നാറുന്ന മകനെ, പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന നമ്മളെ അനുദിനം ദൈവം ചെയ്യുന്നത് ഇങ്ങനെയാണ്, കെട്ടിപ്പിടിക്കുക. അറച്ചു നിൽക്കാൻ മറ്റുള്ളവർ മാറി നിൽക്കുമ്പോഴും അറച്ചു നിൽക്കുമ്പോഴും പിതാവ്, നമ്മുടെ അപ്പൻ നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരു വലിയ സ്നേഹം. അപ്പോൾ ഈശോയെ അറിഞ്ഞ് ഈശോയുടെ കൂടെ നടന്ന ശിഷ്യഗണത്തിന് പിതാവിനെ അറിയാൻ ആഗ്രഹം വന്നപ്പോൾ അവർ ചോദിക്കുക, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? കാരണം യേശുവിനോട് കൂടെ നടന്നപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം തോന്നി. സ്വർഗസ്ഥനായ പിതാവ് ആരാണെന്ന് അറിയണമെന്ന് അവർക്ക് ആഗ്രഹം തോന്നി. അങ്ങനെയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഉരുത്തിരിയുന്നത്. ഇതിന് നമ്മൾ വേറെ പേരും പറയും, കർത്തൃ പ്രാർത്ഥന. ഈ കർത്തൃ പ്രാർത്ഥന എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ ഒരു ശിഷ്യൻ നടത്തിയ അഭ്യർത്ഥനയുടെ ഫലമായിട്ടാണ് കർത്തൃ പ്രാർത്ഥന, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടായി കിട്ടുന്നത്. ഗുരുവായ യേശു പ്രാർത്ഥിക്കുന്നത് കാണുകയും ശരിയായി പ്രാർത്ഥിക്കാൻ ഗുരുവിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ശിഷ്യൻ ചോദിക്കുക, ഗുരുവേ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന്. ഇതുപോലെ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമില്ലേ? ഈശോയോട് ചോദിക്കാറുണ്ട്, ഈശോയെ എന്നെ ഒന്ന് നന്നായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന്. ചോദിക്കണം പ്രിയപ്പെട്ടവരെ. ഈശോയുടെ അടുത്ത് ഈ ശിഷ്യന്മാർ ചോദിച്ച പോലെ തന്നെ നമ്മൾ ചോദിക്കുമ്പോഴാണ് പുതിയ പുതിയ പ്രാർത്ഥനകൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തരുക. പിതാവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ യേശു വഴി നമുക്ക് പറഞ്ഞു തരിക, പഠിപ്പിച്ചു തരിക. അത് പറഞ്ഞു പഠിപ്പിക്കാൻ മാത്രമല്ല, അനുദിന ജീവിതത്തിന് ആവശ്യമായ രീതിയിൽ ആ പ്രാർത്ഥനയെ പാകപ്പെടുത്തി ജീവിതമാക്കി മാറ്റിത്തരാനുള്ള കൃപ കൂടി ഈശോ തരും. ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത അതാണ്. പ്രാർത്ഥിക്കാൻ എന്നെ നീ പഠിപ്പിക്ക നാഥ, ധ്യാനത്തിൻ വരമേനിക്കേണമേ, പ്രാർത്ഥിക്കാൻ എന്നെ നീ പഠിപ്പിക്ക നാഥ. ഇവിടെ ഒരു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈശോയുടെ അടുത്ത് തനിച്ചിരിക്കണം, ഈ ശിഷ്യന്മാരിരുന്നത് പോലെ. എന്നിട്ട് പറയണം, ഈശോയെ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, എന്നെ ഒന്ന് ധ്യാനിക്കാൻ പഠിപ്പിക്കണേ. പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും ഉൾക്കാഴ്ചകളും ഈശോയ്ക്ക് ലഭിച്ചത് ഈശോ പിതാവിനോട് ചേർന്നിരുന്ന് ഇങ്ങനെ സ്നേഹ സംഭാഷണം നടത്തിയപ്പോഴാണ്. വിശുദ്ധ തോമസ് അക്വിനോസ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും പൂർണ്ണമായ പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായതെല്ലാം, ആത്മാവിന് ആവശ്യമായത്, ശരീരത്തിന് ആവശ്യമായത്, ജീവിതത്തിന് ആവശ്യമായതെല്ലാം. അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്കുടെ അനുദിന ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഈശോ പ്രാർത്ഥനയായി നമുക്ക് വെളിപ്പെടുത്തരും. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ ആണ് അനുദിന ജീവിതത്തിൽ ആവശ്യമായ രീതിയിൽ. മറ്റ് വിശുദ്ധ തെർത്തുല്യൻ പറയുന്നത് ഇങ്ങനെയാണ്, മുഴുവൻ സുവിശേഷത്തിൻ്റെയും സംഗ്രഹമാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. മറ്റേത് പ്രാർത്ഥനയേക്കാളും ഏറ്റവും ആഴവും അർത്ഥവും ആത്മീയതയും പൂർണ്ണതയുള്ള പ്രാർത്ഥനയാണ് ഈ നമ്മൾ ചൊല്ലുന്ന, അല്ലെങ്കിൽ ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. കാരണം പിതാവിനോട് നേരിട്ട് പറയുന്ന പ്രാർത്ഥനയാണിത്. പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ടാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. യുക്കാറ്റ് നമ്പർ 513 ഈ പ്രാർത്ഥനയുടെ ഘടനയെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്.
കരുണ നിറഞ്ഞ നമ്മുടെ പിതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ 7 അപേക്ഷകളാണ് പറയുക. ആദ്യത്തെ 3 അപേക്ഷകൾ ദൈവത്തെയും ശരിയായി അവിടുത്തെ സ്നേഹിക്കുന്നതിനെയും സേവിക്കുന്നതിനെയും കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ 3 കാര്യങ്ങൾ അപേക്ഷകൾ. ബാക്കി 4 അപേക്ഷകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തരിക. ഇനി നമ്മൾ ചിന്തിക്കുക, ദൈവത്തെ പിതാവെന്ന് വിളിക്കാനുള്ള അവകാശവും ആത്മധൈര്യവും നമുക്ക് എവിടെ നിന്ന് കിട്ടി? ദൈവം ആയതുകൊണ്ട് ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ വിളിക്കണ ഒരു അവകാശം വേണം. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നു, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അങ്ങനെ യേശു തന്നോടുള്ള ഉച്ചബന്ധത്തിലേക്ക് നമ്മെ വിളിക്കുകയും ദൈവമക്കളാക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ അവകാശം കിട്ടുക. പിതാവേ അപ്പ എന്ന് വിളിക്കാനുള്ള, മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ വിളിക്കാനുള്ള ഒരവകാശവും അർഹതയും നമുക്ക് കിട്ടുക. അതുവഴി ആബാ പിതാവേ എന്ന് വെച്ചൊരു പിതാവുമായിട്ട്, പുത്രനുമായിട്ട്, പരിശുദ്ധാത്മാവായിട്ട്, ത്രിത്വമായിട്ട് ഒരു വലിയ കൂട്ടായ്മയിലേക്കാവുക. ഈശോ ആബാ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് നിറവും തികവും ഉണ്ട്. അപ്പനോടുള്ള സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നിട്ടാണ്, ആ ഒന്നാകലിൻ്റെ അനുഭവത്തിൽ നിന്നിട്ടാണ് ആബാ എന്ന് വിളിച്ച് വിളിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഈ ആനുകൂല്യവും സ്നേഹവും അനുവദിക്കാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാത്ത ചില വ്യക്തികളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചിലപ്പോഴൊക്കെ അപ്പന്മാരിൽ നിന്ന് വളരെ ക്രൂരമായ അനുഭവങ്ങൾ കിട്ടുന്ന മക്കൾ, വേദനാജനകമായ അനുഭവങ്ങളുള്ള മക്കൾ, ചില തിക്താനുഭവങ്ങൾ സ്വന്തം അപ്പന്മാരിൽ നിന്ന് കിട്ടുന്ന മക്കൾക്ക് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രം അനുഭവിക്കാൻ പറ്റുമോ ഇല്ല. കർത്താവിൻ്റെ കരുണയിൽ അനുഭവിക്കാം, എങ്കിലും ഈ തിക്താനുഭവങ്ങൾ അവിടെ ഒരു പരിധിവരെ മാറ്റി നിർത്തുന്ന ചില അനുഭവങ്ങൾ ഇന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയെക്കുറിച്ച് പറയുക, അപ്പനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് പിതാവായ ദൈവത്തെ വലിയ സ്നേഹത്തോടെ, വലിയ ആദരവോടെ, വലിയ ആവേശത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച് അപ്പനുമായി പിതാവുമായി കൊച്ചുത്രേസ്യ പുണ്യവതിക്ക് ഭയങ്കര ബന്ധം പുലർത്താൻ കഴിഞ്ഞത് എന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ പല പല അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അപ്പനുമായിട്ടുള്ള ജീവിതത്തിലെ അപ്പനുമായിട്ടുള്ള ബന്ധം നമ്മളെ പിതാവിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കും. ഇങ്ങനെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു വരുന്ന മക്കൾക്ക് ആ ഓർമ്മകൾ അല്ലെങ്കിൽ ആ വിഷമങ്ങൾ, ആ ക്രൂരമായ അനുഭവങ്ങൾ, സ്നേഹത്തിൻ്റെ വിസ്മരിക്കുന്ന അനുഭവങ്ങൾ, അതെല്ലാം മറന്ന് ആ സ്നേഹത്തെ മറികടക്കുന്ന ഒരു തീവ്ര സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് നമ്മുടെ പിതാവിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ പ്രത്യേകത, പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രത്യേകത. പിതാവായ ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത്, ഈ ലോകത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട്, കോടിക്കണക്കിന് ജനം. അതിൽ ഞാനൊരാളുള്ള പോലെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ദൈവത്തിന് അത്രയും കരുതൽ. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ തെരുവിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കാനൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോൾ, വഴി അറിയില്ലാത്ത അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് അറിയില്ലാത്ത സ്ഥലത്തോടെ പോകുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ എനിക്ക് ഈ സ്ഥലത്ത് ഇറങ്ങാൻ നേരത്ത് ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തരണം, അല്ലെങ്കിൽ കൃത്യസ്ഥലം അറിയാൻ ഇടയാകണം. ചിലപ്പോൾ കണ്ടക്ടർ പോലും പറഞ്ഞു വെച്ചാൽ മറന്നുപോകും അവിടെ തിരക്കിൽ. ശരിക്കും ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പോരുമ്പോൾ പോലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ദൈവം നമ്മളെ ആ സമയമായപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. അടുത്തിരിക്കുന്ന ആൾ പറയുന്നു, ദാ സ്ഥലമാകാൻ പോകുന്നു. ശരിക്കും ദൈവമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ കൊച്ചു യാത്രയിൽ പോലും, ചെറിയ കാര്യത്തിൽ പോലും ദൈവം നമ്മളെ അത്ര ശ്രദ്ധിക്കുന്നു, അത്രയും കരുതലുള്ളായി നിൽക്കുന്നു. അതുപോലെ തെരുവിലൂടെയൊക്കെ നടക്കുമ്പോൾ ഉച്ച നേരത്ത് ചിലപ്പോൾ കൊടും വെയിലായിരിക്കും. അപ്പം ഞാനിങ്ങനെ വെറുതെ മനസ്സിലോർക്കും, ദാഹിക്കുകയും വെയിൽ കൊണ്ട് വാടുകയൊക്കെ ചെയ്യുമ്പോൾ, ദൈവമേ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചല്ലോ, അവർക്ക് മേഘത്തണൽ കൊടുത്താണ് നയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെയില, ഞാൻ കുടയെടുത്തിട്ടില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് പോകുന്ന മക്കൾ കുടയില്ലാതെ വെയിലത്ത് നടക്കുന്നവരും, മഴയില്ലാതെ മഴയത്ത് നടക്കുന്നവരും, മഴ നനഞ്ഞ് നടക്കുന്നവരാണ്. ചിലപ്പോഴെങ്കിലും അവരോടൊന്ന് താതാത്മ്യപ്പെടാൻ വേണ്ടി ഈശോ ഓർമ്മിപ്പിക്കുമ്പോൾ കുടയെടുക്കാതെ പോകും.
ഇപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ കോടിക്കണക്കിന് ജനങ്ങളുള്ളപ്പോൾ ഞാൻ നടക്കുന്ന ഈ വഴിയിൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നിടത്ത് മാത്രം ഇത്രയും തണൽ തരാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ ദൈവം? സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോൾ കൂടെയുള്ളവർ പോലും ശ്രദ്ധിക്കപ്പെടാത്ത അനുഭവങ്ങളിൽ ദൈവം ഇത്രമാത്രം നമ്മളെ ശ്രദ്ധിക്കുന്നു, ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. എന്തർഹതയാ! ഇത്രയും ആഴപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതൊരാൾ പറഞ്ഞു കേട്ടതുകൊണ്ടോ ഒരു പുസ്തകം വായിച്ചതുകൊണ്ടോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടോ ആകില്ല പ്രിയപ്പെട്ടവരെ. ചെറുതും വലുതുമായ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയുന്ന ഓരോ വ്യക്തിക്കും ഓരോ കാൽച്ചുവട് വയ്ക്കുമ്പോഴും കൈവെള്ളയിൽ പതിയുന്ന ഓരോ പ്രവൃത്തിയും ചിന്തയിൽ വരുന്ന ഓരോ ചിന്തകളും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അടർന്നു വീഴുന്നതല്ലെന്ന് ആർക്കാ പറയാൻ കഴിയുക? ഇതനുഭവിക്കണം. അനുഭവിക്കാൻ നമുക്ക് ഇടവരണം. അതിനായിരിക്കണം നമ്മുടെ അനുദിന ജീവിതങ്ങൾ. ഈശോ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ പിതാവുമായിട്ടുള്ള ഒന്നിക്കൽ നിന്നാണ്, ആ ഒരുമയിൽ നിന്നാണ്, ആ ഐക്യത്തിൽ നിന്നാണ് യേശു എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്, എല്ലാം പറഞ്ഞിട്ടുള്ളത്. യേശുവിൻ്റെ അനുഭവം. അപ്പോൾ ഈ അനുഭവത്തിലേക്കാണ് നമ്മളെ എല്ലാവരെയും ഈശോ വിളിക്കുന്നത്. ഈശോയെ, ദൈവത്തെ യേശു വഴി അനുഭവിച്ചറിയണം. അത് തീവ്രമായിട്ട് വേണം, ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും. ഈശോ ആഗ്രഹിക്കുന്നതും ഈശോ അതിനുവേണ്ടി പരിശ്രമിച്ചതും ഈ ഒരൊറ്റ ആഗ്രഹത്തോടെ, പിതാവിനെ ഞാൻ അറിയുന്നത് പോലെ എല്ലാ മക്കളും അറിയണം, പിതാവിനെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരും സ്നേഹിക്കണം, പിതാവിനെ ഞാൻ ഉൾക്കൊള്ളുന്നത് പോലെ എല്ലാവരും ഉൾക്കൊള്ളണം. എന്നിട്ടാണ്, ആ നിറവിൽ നിന്നിട്ടാണ് ഈശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു എല്ലാ അനുഭവങ്ങളും സ്വീകരിക്കുന്നത് അനുഭവത്തിൽ നിന്ന്, നിറവിൽ നിന്ന്, തികവിൽ നിന്ന്. പിതാവിൻ്റെ സാന്നിധ്യത്തിലും സഹവാസത്തിലുമായിരുന്നു ഈശോയുടെ ജീവിതം മുഴുവൻ. തുടക്കം തുടങ്ങി അവസാനം വരെ പ്രവർത്തനം മുഴുവൻ, അത്ഭുതങ്ങൾ മുഴുവൻ, അടയാളങ്ങൾ മുഴുവൻ, യേശുവിൻ്റെ എല്ലാ പ്രവൃത്തിയിലും പിതാവിൻ്റെ സ്പർശനവും ദർശനവും നിഴലിച്ചു നിന്നു. ഇതിനായിട്ടാണ് അനുഭവത്തിൽ നിലനിൽക്കണമെന്ന്, യേശു സ്പർശനത്തിലൂടെ ദർശനത്തിലൂടെ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ ഇന്ന് മുന്നേറാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഈശോ ആഗ്രഹിക്കുന്നു, നമ്മളെ ക്ഷണിക്കുന്നതാണ്. ഈശോ പലപ്പോഴും വിജന സ്ഥലത്തേക്ക് മാറിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മലമുകളിലേക്ക് മാറി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തിനാ സത്യത്തിൽ അങ്ങനെ ഈശോ പല സ്ഥലങ്ങളിലേക്ക് മാറി നിന്ന് പ്രാർത്ഥിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വരിക. പിതാവുമായിട്ടുള്ള ബന്ധത്തിന് മറ്റൊന്നും തടസ്സമാകരുത്. വ്യക്തികളോ ശക്തികളോ സ്ഥലങ്ങളോ സാഹചര്യങ്ങളോ അനുഭവങ്ങളോ ഒന്നും തടസ്സമാകരുത്. വിജന സ്ഥലത്തേക്ക്, വിജനത ദൈവം മാത്രമുള്ള സ്ഥലമാണ്. മലമുകൾ ദൈവം മാത്രമുള്ള സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൈവാവാസമുള്ള സ്ഥലം. എല്ലാ മലകളും എല്ലാ വിജനതയിലും ദൈവത്തിൻ്റെ ദൈവാനുഭവം നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ പിതാവിനെ വെളിപ്പെടുത്താൻ, പിതാവിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഈശോയ്ക്ക് കിട്ടിയിരുന്നത്, ഈശോ എപ്പോഴും ഇങ്ങനെ വിജനതയിൽ മാറി അല്ലെങ്കിൽ മലമുകളിലേക്ക് മാറി അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മാറി നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ്. എല്ലാ അത്ഭുതങ്ങൾക്കും മുൻപ് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ അത്ഭുതങ്ങളും പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലായിട്ടാണ് ഈശോ ചെയ്യുന്നത്, ദൈവമഹത്വത്തിന്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 41 മുതലുള്ള തിരുവചനത്തിൽ ലാസറിനെ മരിച്ചിട്ട് ഉയർപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉയർപ്പിക്കുന്നതിന് മുൻപാണ് ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ. കാരണം അത്രയ്ക്കും ബോധ്യമാണ്, പിതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ പറയുന്നത് ചെയ്യും. കാരണം പിതാവും പുത്രനും ഒന്നായിരുന്നുകൊണ്ട് ആ ഒരുമയുടെ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഇത് നടക്കാതിരിക്കില്ല.
നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നടക്കോ ഇല്ലേ ഒരു ശങ്കയാണ്. ഈശോയ്ക്ക് അങ്ങനെയില്ല, ശങ്കയൊന്നുമില്ല. പിതാവ് ഒന്നായിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഒറ്റ വിളിക്ക് ലാസറിനെ മരിച്ച് ചീഞ്ഞ് അഴിഞ്ഞ ലാസർ പുറത്ത് വരുന്നു. ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നു. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ഈ ജനം മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ ഞാനിത് ചെയ്യുന്നു. അപ്പോൾ പിതാവാണ് അയച്ചേ, പിതാവിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് ഈ ജനം, കണ്ടു നിൽക്കുന്ന ജനം മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈശോ ഈ ലാസറിനെ ഉയർപ്പിച്ചതുപോലും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോ ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ ദൈവമേ ഇവരും ഒന്നായിരിക്കേണ്ടതിന്. ഈശോയുടെ പ്രാർത്ഥന പോലും ലോകത്തിലുള്ള എല്ലാ മക്കളും ശിഷ്യഗണം പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പിതാവിൽ ഒന്നാകണം, പിതാവിനെ അറിയണം, പിതാവിനെ സ്നേഹിക്കണം. ഈശോയുടെ ജീവിതം മുഴുവൻ ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ പിതാവ് മഹത്വപ്പെടണം, എൻ്റെ ഈശോ മഹത്വപ്പെടണം, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണോ? പലപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥന ചോദിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ ജോലി കിട്ടാൻ അല്ലെങ്കിൽ മക്കളുടെ വിവാഹം നടക്കാൻ. നല്ലതാ, അതിലൂടെ ദൈവം മഹത്വപ്പെടുവാണെങ്കിൽ ഓക്കെ. ഞാൻ അതിൽ തന്നെ നിന്ന് പോവുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രാർത്ഥന സ്വാർത്ഥപരമായ പ്രാർത്ഥനയാണെന്ന് തോന്നിപ്പോവും നമുക്ക്. ഈശോയുടെ എല്ലാ പ്രവർത്തനവും ദൈവം മഹത്വപ്പെടാനായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യം ഉണ്ടാകാവൂ. തുടർന്നും ദൈവത്തെ അതുപോലെ സ്നേഹിക്കും. എല്ലാം കഴിയുമ്പോഴും എല്ലാ പ്രവർത്തനങ്ങൾക്ക് മുന്നും പിന്നും, എല്ലാ അത്ഭുതങ്ങൾക്ക് മുന്നും പിൻപും ഒക്കെ ഈശോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ഓരോന്ന് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിലും പിന്നെ പ്രാർത്ഥന മുടങ്ങി പതുക്കെ കുറഞ്ഞു, സമയം കുറഞ്ഞു, കാരണം വിചാരിച്ചത് കിട്ടി. അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. ആ കിട്ടിക്കഴിയുമ്പോഴും വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 22-ാം വചനം 17 മുതൽ തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ യേശു ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥന പോലും ഇതായിരിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. എന്താ? പിതാവേ, ഞാൻ ഇന്ന് നിന്നോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിനോട് കൂടി പിതാവിലേക്ക് എത്താം. എല്ലാവരും പിതാവിലേക്ക് എത്താനുള്ള ഒരാഗ്രഹവും തീക്ഷ്ണതയും ആയിരിക്കണം എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ആഭാനുഭവത്തിലേക്ക് വരാനുള്ള ഒരു വലിയ വിളി. പിതാവ്, ഒരു കാര്യം നമ്മൾ ചിന്തിക്കും, പിതാവ് സ്വർഗത്തിലിരുന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഉന്നതത്തിലേക്ക് നോക്കി, സ്വർഗത്തിലേക്ക്, ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗം എവിടെയാ? ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവം എവിടെയെല്ലാം ആയിരിക്കുന്നോ അവിടെയെല്ലാമാണ് സ്വർഗം. അതെൻ്റെ വീട്ടിൽ ദൈവം ഉണ്ടെങ്കിൽ, എന്നിൽ ദൈവം ഉണ്ടെങ്കിൽ, എൻ്റെ പ്രവർത്തന മേഖലയിൽ ദൈവം ഉണ്ടെങ്കിൽ അതാ സ്വർഗം, അവിടെയേ സ്വർഗം. അല്ലാതെ നമ്മൾ സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലകാലത്തിന് അതീതമായി നിൽക്കുന്നതാണ്. ഒരു സ്ഥലത്തിനോ ഒരു കാലത്തിനോ ഒരു വ്യക്തിക്കോ ഒരു പ്രവർത്തിക്കോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ എവിടെ ദൈവമുണ്ടോ അവിടെയെല്ലാം സ്വർഗം. അങ്ങനെയെങ്കിൽ എൻ്റെ വീട്ടിൽ ദൈവം ഉണ്ടാകണം, അപ്പോൾ എൻ്റെ വീട് സ്വർഗമാകും. എൻ്റെ ഉള്ളിൽ ദൈവമുണ്ടാകണം, അപ്പം ഞാൻ സ്വർഗമാകും. എൻ്റെ നാട്ടിൽ ദൈവമുണ്ടാകണം, അപ്പോൾ എൻ്റെ നാട് സ്വർഗമാകും. അങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ഐക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വിളിക്ക് അർത്ഥമാകണമെങ്കിൽ, ആ ഒരു വാക്ക് ആഴപ്പെട്ടതാകണമെങ്കിൽ, പിതാവിനോടുള്ള സ്നേഹം എന്നിൽ നിറഞ്ഞ് തുളുമ്പുന്നതായി സ്വർഗമായി മാറണം ഞാൻ. ഇതിനായിട്ടാണ് എവിടെ സ്വർഗമുണ്ടോ അവിടെ ദൈവമുണ്ട് എന്നല്ല, പിന്നെയോ ദൈവം എവിടെയുണ്ടോ അവിടെയാണ് സ്വർഗം. ഈ സ്വർഗത്തിലേക്കുള്ള വിളിയാണ്, അല്ലെങ്കിൽ അപ്പനിലേക്കുള്ള വിളിയാണ് നമുക്കുള്ള വിളി. യേശു അതാ നമ്മളെ പഠിപ്പിച്ചേ. നമുക്കും അങ്ങനെ നാം ആയിരിക്കുന്നിടത്തും നമ്മിലും സ്വർഗമാകാൻ, പിതാവ് വെളിപ്പെടാൻ പിതാവേ എന്ന് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അതിനായി അപ്പൻ്റെ സ്നേഹത്തോടെ എല്ലാവർക്കും പിതാവിനെ വിളിക്കാൻ, പിതാവിൻ്റെ സ്നേഹം യേശുവിനെ പോലെ അനുഭവിക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആമേൻ.